ശരിക്കും അവിടെയാണ് പാലക്കം തട്ട് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ റിസോർട്ട് സെറ്റപ്പ് കാണുന്നുണ്ടോ? അവിടെ പാലക്കാട് തട്ടി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ലൈറ്റ് കാണുന്നുണ്ടോ അറിയില്ല, വോയിസ് കേൾക്കുന്നുണ്ടോ അറിയില്ല. അവിടെയാണ് പാലക്കം തട്ട് ചെയ്തത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, പാലക്കം തട്ട് നേരെ ഓപ്പോസിറ്റാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഓക്കെ, കിടക്കാഴ്ച സ്ഥലം, ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. എന്താ സ്ഥലത്താരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പറയാ ഇങ്ങനെ സ്ഥലം വന്നിട്ടുണ്ടെന്നല്ലേ. കുറേ ആൾക്കാർക്ക് അറിയാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കം തട്ടിൻ്റെ ഒരു വ്യൂവിലാണ്. പക്ഷേ അത് വേറെ ഓപ്പോസിറ്റ് വ്യൂ ആണ്. നമുക്ക് ആ വ്യൂ കാണാം, വലിയ പാറക്കെട്ടൊക്കെ ആയിട്ട് ഇതിൻ്റെ മുകളിലാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറാൻ പോവുകയാണ്. ഇതിൻ്റെ മുകളിലേക്കുള്ള കയറിയിട്ടുള്ള വ്യൂ നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് താഴെ നോക്കിയ വ്യൂ. കണ്ടോ, അടിപൊളി വ്യൂ അല്ലേ? അതിൻ്റെ മുകളിലെ വ്യൂ ഒന്ന് കണ്ടിട്ടോ കേട്ടോ. ഇപ്പോൾ ആ വ്യൂ ഇടാം കേട്ടോ. പാലക്കയം തട്ടില് ആരും കാണാത്ത ഹിഡൻ സ്പോട്ട് കേട്ടോ. ഇങ്ങനെ ആരും അങ്ങനെ ഇതിലൂടെ നടന്നു വരില്ല. ഓക്കെ, അതിൻ്റെ ഒരു ടോപ്പ് വ്യൂ കാണുന്നത്. എന്തായാലും ഭംഗിയ, ഫുള്ള് പാറ കേട്ടോ. ഇവിടുന്ന് താരേക്ക് വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, ഇതാ ഫുള്ള് നല്ല വ്യൂ അല്ലേ. നമ്മളിതാ ഈ വഴിയിലോട്ട് ഇങ്ങനെ നടന്ന് ആ കാട്ടിലോട്ട് നടന്നിട്ട് നമ്മൾ വന്നേ. സൂപ്പർ വ്യൂ അല്ലേ? ഓക്കെ, അമ്മേ വേണ്ട, വീട്ടിൽ താഴേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാം എന്താണ് അവസ്ഥ അല്ലേ. നല്ല കാറ്റായിരിക്കും, സൗണ്ട് വെക്കുന്നുണ്ടോ അറിയില്ല. നല്ല അടിപൊളി സ്ഥലം ഉണ്ടാ. എങ്ങനെയുണ്ട് സ്ഥലം? ഇഷ്ടമായ? പാലക്കത്തിൻ്റെ എല്ലാ സൈഡ് വ്യൂ കാണും. ഇത് പാലക്കത്ത് തട്ടിൻ്റെ ഒരു സൈഡാട്ടോ. പാലക്കത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് വരുന്നത്, ഇങ്ങനെ വരുന്നത്. ശരിക്കും അവിടെയാണ് പാലക്കം തട്ട് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ റിസോർട്ട് സെറ്റപ്പ് കാണുന്നുണ്ടോ? അവിടെ പാലക്കാട് തട്ടി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ലൈറ്റ് കാണുന്നുണ്ടോ അറിയില്ല, വോയിസ് കേൾക്കുന്നുണ്ടോ അറിയില്ല. അവിടെയാണ് പാലക്കം തട്ട് ചെയ്തത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, പാലക്കം തട്ട് നേരെ ഓപ്പോസിറ്റാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഓക്കെ, കിടക്കാഴ്ച സ്ഥലം, ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. എന്താ സ്ഥലത്താരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പറയാ ഇങ്ങനെ സ്ഥലം വന്നിട്ടുണ്ടെന്നല്ലേ. കുറേ ആൾക്കാർക്ക് അറിയാം, കുറേ ആൾക്കാർക്ക് അറിയില്ല. ഇതണ്ട, ഈ വഴിയിലൂടെയാണ് നമുക്ക് അവിടത്തേക്ക് എത്തേണ്ടത്. ഫുള്ള് കാടാണ്. ഇപ്പോൾ കുറേ ആൾക്കാർ നടന്നു പോയിട്ട് ഒരു വഴിയായതാട്ടോ ഇതിലോട്ട്. പിന്നെ കുറേ ആൾക്കാർ പോയിരിക്കുന്നൊരു സ്ഥലമാണ്. ഇത് നല്ലൊരു ഏരിയ ആണ്. ആരും അങ്ങനെ പോകാത്തൊരു സ്ഥലമായതുകൊണ്ട് നല്ല വൃത്തിക്ക് പോയിരുന്ന് സംസാരിക്കാൻ പറ്റിയൊരു ഏരിയ. ഓക്കെ, പിന്നെ കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ പറയുന്നില്ല, കാരണം വെച്ചാൽ പിന്നീട് ആർക്കും പോയിട്ടുണ്ടെങ്കിൽ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് തോന്നും, എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ ഒരു വിഷമല്ലേ. കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ പറയുന്നില്ല, കുറേയൊക്കെ അറിയായിരിക്കും.